ഷോപ്പിൽ കറണ്ടില്ലാതെ വിഷമിക്കുന്ന ശ്രീതേട്ടൻ ഇവിടെ പോസ്റ്റ് ഉണ്ണി, അതായത് പോസ്റ്റിന് തൂണ്ണി വണ്ടിയായിട്ട് അടിച്ചിട്ട് പണിയായിട്ടുണ്ട്. അവർ കറണ്ടിൻ്റെ ടീമോടൊന്നും ശരിയാക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെയൊന്നും കറണ്ടില്ല. നമ്മളെ വീട്ടിൽ കറണ്ട് ഉണ്ടാകുമ്പോ ഇവിടെ ഉണ്ടല്ലോ. ഇത് വേറെ ലൈനാന്ന് തോന്നുന്നല്ലേ? വേറെ ലൈനായിരിക്കും. ഒരു തൂണ് ഇതായിട്ട് കാണും. ശ്രീധരൻ്റെ ഷോപ്പിലൊന്നും കറണ്ടില്ല. അപ്പോൾ ലോറിയായിട്ട് അടിച്ചിട്ടില്ല ആ തൂണ്. ഇപ്പോൾ ഞാൻ പോകുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇപ്പം എന്താ പറ്റി? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും ഉണ്ടായില്ല. എന്താ സംഭവിച്ചാൽ ആദ്യം ശ്രീധരൻ പറഞ്ഞ് കറണ്ടില്ല. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, ഓരോ ലൈനല്ലോ. നോക്കട്ടെ, വീട്ടിലെത്തിയാലേ അറിയിക്കും. വീട്ടിൽ പോകണം. പിന്നെ വേറെ കാര്യം എന്നറിയാം, എരിവരം പോകേണ്ട ആവശ്യമില്ല. CDM അല്ലല്ലോ വേണ്ടി. ഞാൻ ആദ്യം CDM നോക്കി പോകുന്നതുകൊണ്ട് CDM എന്ന് വിചാരിച്ചു. അതാ പറഞ്ഞേ എരിവരം അല്ലെങ്കിൽ കോയസാറി പോകേണ്ടിയിരുന്നു. അപ്പോൾ എരിവരം കോയസാറും പോകേണ്ട ആവശ്യമില്ല. നിരമ്പുറം ATM ഉണ്ട്, നിരമ്പുറത്ത് എടുക്കാം. പിന്നെ എരിവരം പോയിട്ട് എടുക്കാം. നിരമ്പുറം പറയും പോലെ ഇന്ത്യ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ ഒരു ATM ആണ്. മറ്റേ ATM ഒന്ന് എടുക്കാം. പക്ഷെ 4 രൂപ എടുക്കാൻ പറ്റുന്നു അല്ലേ? എത്ര രൂപ ലിമിറ്റില്ലേ മറ്റേ ATM ഒന്ന്? എൻ്റെ SBI ആണ്. വേറെ ATM ഒന്ന് എടുക്കുമ്പോൾ ലിമിറ്റ് ഉണ്ട്. എത്ര രൂപ എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ വേറെ മറ്റേ ATM ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. അതുകൊണ്ട് എടുക്കാം. എടുക്കുന്നുള്ള കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എടുക്കാം. ഇന്നേതെല്ലാം നിരമ്പെടുത്ത് എടുക്കാം. ഓക്കെ, വീട്ടിൽ പോയിട്ട് ATM കാർഡ് എടുത്തിട്ട് വരണം. എടുക്കണം. എടുക്കാൻ പറ്റേ പേഴ്സിലല്ല, പേഴ്സ് എടുത്തിട്ടാ. പിന്നെ ഞാൻ പേഴ്സ് അങ്ങനെ എടുക്കില്ല. ATM കാർഡ് ഇതെല്ലാം ഇട്ട് വെക്കുന്ന പേഴ്സാണ്, മറ്റേ പേഴ്സാണ്. അതിൻ്റെ ആവശ്യം വരത്തില്ലല്ലോ. ഫുള്ള് ഫോണിൽ ഗൂഗിൾ പേ, ഫോൺ പേ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ചായ കുടിച്ചാലും എന്തുണ്ടെങ്കിലും എന്ത് സാധനം വാങ്ങിയാലും എന്തും ഫോൺ പേ ഗൂഗിൾ പേ ആണല്ലോ, ഓൺലൈൻ ആണല്ലോ. അതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് പേഴ്സ് എടുക്കില്ല. പേഴ്സെല്ലാം വീട്ടിലൊക്കെ. പേഴ്സിൽ ഒന്നുമില്ല, കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ATM കാർഡ്, അതുപോലെ നമ്മളെ ഐഡൻറ്റിറ്റി കാർഡും കാര്യങ്ങളും അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ വെക്കില്ല. ഡെയിലി വെക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കും. അപ്പോൾ ഏതായാലും വീട്ടിൽ പോയിട്ട് ATM കാർഡ് എടുത്തിട്ട് നേരെ നിരമ്പുറം പോയിട്ട് പൈസ എടുക്കാം. ഓക്കെ ഫ്രണ്ട്സാ, വീട്ടിലെത്തി കേട്ടോ. വേഗം പേഴ്സ് എടുക്കട്ടെ. ഓക്കെ, ഭാഗ്യമാണ്. ഞാൻ CDM എന്ന് വിചാരിച്ചിട്ട് ഞാൻ അല്ല എവിടെ പോകേണ്ടി വരും? കോയസാറ് പോകേണ്ടി വരും. എരിവരായിട്ട് പിന്നെ കോയസാറ് പോകേണ്ടി വരും. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ CDM വേണ്ടല്ലോ, പൈസ എടുക്കാനല്ലേ. അല്ലേ നിരമ്പറം നോക്കാം. നിരമ്പറം ആയിട്ടില്ലേ പിന്നെ നമുക്ക് ഇരുവരത്തേക്ക് പോവാം. ഓക്കെ, കറക്റ്റ് ടൈം മഴ ഓടിയുന്ന പണിയായി. മഴക്കോട്ടിട്ടിട്ട് പോകേണ്ടി വരും എന്ന് തോന്നുന്നു. മഴക്കോട്ടിട്ടിട്ട് പോകേണ്ടി വരും എന്ന് തോന്നുന്നു. ഹെൽമെറ്റ് ഇട്ടിട്ട് മുടി പോവാ. മഴ ഉണ്ടാവും, നോക്കട്ടെ. ഇല്ല, പൊടി ചെറിയ പൊടിയല്ലോ. മിന്നാലെ വാങ്ങിനി. ഓക്കെ, ശരി, പോവാ. മക്കളെ മഴ കൂടി, മഴക്കോട്ട് വേണം. പണി കഴിയും. വേഗട്ടെ, വേഗിട്ടിട്ട് കൈയോടെ പോയിട്ട് വാങ്ങിയിട്ട് വരാം. പോയിട്ട് എടുത്തിട്ട് വരാം. വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, ചായപ്പൊടി വാങ്ങണം. പോലും ചായപ്പൊടി കാപ്പി. അതുകൊണ്ട് തന്നെ ചായപ്പൊടി വേണം. ചായപ്പൊടി നിർബന്ധം. ചായ പക്ഷേ രാത്രി കുടിക്കൂല കേട്ടോ. കുടിക്കും ഇടക്ക്, കിടക്കാനാകുമ്പം കുടിക്കൂല. അതായത് രാത്രി 9 മണിക്ക് ശേഷം ഞാൻ ചായ കുടി വീട്ടിൽ നിന്ന് കുടിക്കുന്നില്ല. കുടിക്കണ്ട വിചാരിക്കുന്നു. കുടിക്കണ്ടല്ലേ. പോകാം. മേക്കോട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. മഴയുണ്ടോ? അതാണ് മോനെ, മഴ നിന്ന്. പൊടിയുന്നുണ്ട് പൊടിയുന്നുണ്ട്. പോവാം. റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള റോഡ് കണ്ട കുഴിയണ്ട. നല്ല അടിപൊളി കുഴികളാണ്. കണ്ട, ഈ സൈഡിൽ നോക്കുമ്പം ഇവിടെ കുഴി, അവിടെ കുഴി. കുഴീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിലെ റോഡ് അടിപൊളി കുഴിയാണിപ്പോൾ. കണ്ടാ, ഇതാ കുഴി. എണ്ണിക്കോ നിങ്ങൾ എണ്ണിക്കോ. മഴ പെയ്യുന്നുണ്ട്. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. ഇതാ കണ്ടാ, നല്ല അടിപൊളി കുഴിയാണ്. സൈഡിലൊക്കെ കുഴിയുണ്ട്, ബട്ട് എന്നാലും ഇത് അടിപൊളി കുഴിയാണ്. കണ്ട, സെൻറ്ററിൽ, റോഡിൻ്റെ സെൻറ്ററിൽ നല്ല കുഴി. ഇതിനെ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. മതി, കാണിച്ചുകൊണ്ടിട്ടുന്ന വേണ്ടി നന്നാവണ്ടേ. കണ്ടത് എവിടെയും കുഴി. കണ്ട, കുഴിയോട് കുഴി. ഫ്രണ്ട്സ്, അങ്ങനെ പയങ്ങളിലെത്തി. നിരമ്പെത്തി.
വണ്ടിയുടെ വെച്ചിട്ടുണ്ട്. മഴക്കോട്ട് ഊരിനി നല്ല മഴ പെയ്തതിനടുത്ത് കിട്ടില്ല പോലത്തെ മഴ. ഇതാണ് ഇന്ത്യ 1 ATM കണ്ടോ, ഇന്ത്യ 1 ATM. എടുക്കട്ടെ കണ്ടോ 1. ഓക്കെ, പൈസ കിട്ടീനി ഇവിടുന്ന് കിട്ടീനി. അങ്ങോട്ട് പോകണ്ട, താങ്കൾ പോകണ്ട. മഴ നിന്നോ? ആ മഴ നിന്നു. ഇനി അവിടെ പോകണം, ഷോപ്പിൽ പോകണം, ചായപ്പൊടി വാങ്ങണം, പുറത്തേക്ക് പോകണം. പറയുമ്പോൾ പുരക്ക് കയറുന്നുണ്ട്. ഞാൻ പുരക്കത്തേരം നോക്കാൻ വിട്ടേ, പക്ഷെ കയറുന്നുണ്ട്. ആ ഇവിടെ വന്നിട്ട് ശ്രീതേട്ട മൊബൈൽ അല്ല, ഇൻവെർട്ടർ അല്ല, ശ്രീതേട്ട മൊബൈൽ അടിച്ചിട്ട് ഇതാ ബേ പൂട്ടിക്കോ. അതാ തൂണ്ണ മുകളിൽ ആളുണ്ട് കേട്ടോ, കണ്ടോ പണിക്കാറുണ്ട് തൂണ്ണ മുകളിൽ കണ്ടോ. ജീപ്പ് അവരെ ഓ പിന്നെ ഇല്ലാന്ന് ചെറിയ ആ ഇതല്ലേ അവിടെ പണിയെടുക്കുന്ന മുകളിൽ കണ്ട ലൈറ്റ്, പണിക്കാരൻ മുകളിൽ കയറിയിട്ട് കണ്ട. കൊണ്ടാന്ന് ഒരു എന്നാ ചായപ്പൊടി വെക്കട്ടെ. ചായപ്പൊടിയാ ഇതിങ്ങനെ ഓരോന്ന് എടുത്തു നോക്കിയാണ്. വേറെ വയ്യില്ലല്ലോ, ആയില്ലേ സമയം 11 മണിക്ക് ആയിരുന്നു. പിന്നെ പിന്നെ 11 മണിയെല്ലാം കഴിഞ്ഞു. പിന്നെ സമയായില്ലേ, സമയായി. ചായപ്പൊടി ഏതാ വേണ്ടത്? കണ്ണൻ ദേവൻ പറയുമ്പോൾ എല്ലാം ആളെ പേരാന്നല്ലേ. കണ്ണനും ഇപ്പൊ ആളെ പേരാന്ന്, ദേവനും എന്താ പണിയെടുക്കുന്നുണ്ടോ? വയറെല്ലാം പൊട്ടിച്ചെടുക്കിന്നല്ലേ ശരിക്കും തന്നെ ശ്രീതേട്ടാ. ലോറി കണ്ടെയ്നർ ലോറി പോയിട്ട് ഇതിലോട്ട് പോകുമ്പോൾ ഇളക്കിയിട്ട് വലിച്ചിട്ട് പോയി. ഓ വണ്ടി കണ്ട് നിർത്തിയിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല തോന്നുന്നല്ലേ ഡ്രൈവർ? നിർത്തിനാ നിർത്തിച്ചു. അതെയാ, നിങ്ങളുടെ അടുത്തോ എനക്ക് പാല് വേണോ? പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ളൊരു മുട്ടായി പറയണ ശ്രീതേട്ടാ ഇതന്നെ, പാൽക്കട്ട. നൊസ്റ്റാൾജിയാണ് മക്കളെ, നൊസ്റ്റാൾജിയ. ഇതന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചിലവുള്ള മുട്ടായി എന്നല്ലേ? ആ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം മുമ്പൊന്ന് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തിന്നലുണ്ട്, ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ തിന്നില്ല. പക്ഷെ ഇപ്പോൾ 2-3 ദിവസമായിട്ടല്ല ശ്രീതേട്ടാ. ഞാൻ വന്നതിന് ഒന്നെടുക്കും, അത് കഴിഞ്ഞപാട് ഒന്നും കൂടി എടുക്കും, പിന്നെ വീണ്ടും ഒന്നും കൂടി എടുക്കും. അങ്ങനെ 2-3 തന്നെ എടുക്കും. അപ്പോൾ ഇതാ ഞാൻ ഇന്നലെ എപ്പോൾ ഇത് ഫുൾ ഉണ്ടായിനി? ഇന്നലെ ഞാൻ ഇവിടെ എടുക്കുമ്പോൾ മോളിൽ 2 എടുത്തിന്, 2-3 എടുത്തത് മോളിൽ ഏറ്റവും ടോപ്പ്. ഇതിപ്പോൾ നോക്കിയാൽ ആകെ 5-8 10 ഉള്ളൂ. കഴിഞ്ഞ് സാധനം കഴിഞ്ഞു. ഇതാണ് ഏറ്റവും കൂടുതൽ ചിലവുള്ള നൊസ്റ്റാൾജി മുട്ടായി. ഒളിച്ച വെക്കില്ല, ഇപ്പോൾ ഒളിച്ചാൽ വന്നില്ലല്ലോ, എല്ലാം കുഴച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പാലും തരും വണ്ടിയിലൊക്കെ ഇതാ നമുക്ക് വെക്കാൻ പറ്റിയ സ്ഥലം. അത് മുമ്പിലൊരു വണ്ടി വന്നില്ല, അതിൻ്റെ ലൈറ്റാണ് കണ്ണന്ത് വന്നല്ലേ. ഒരു നാനോക്കുട്ടി വന്നു. അപ്പം ഇത് ഏതോ ഒരു ലൈനാ പോയിന്നല്ലേ? ഓഫാക്കിയല്ലേ? അപ്പം നമ്മളും പോവോ? ഇല്ല ഇപ്പൊ ഓഫാക്കിയിട്ടുള്ളത് അതല്ലേ. ഇത് കണ്ടു കഴിഞ്ഞോ രാത്രി അത് മഴയത്ത്. ഇപ്പം മഴയില്ല. ഓക്കെ പണിയെടുക്കുന്നുണ്ടോ? ഒരു ലോറി വലിച്ചിട്ട് പോയതാ. കാരണം കുറേ കട്ടായിട്ടുണ്ട് കണ്ടോ, എല്ലാവരും സൈഡാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. നല്ല ചെയ്തിട്ടാ ഈ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞത്. മറ്റേ ലൈൻ പോകുന്നതുകൊണ്ട് ഇത് ക്രോസ് ചെയ്യുന്നതാ പൊട്ടിയത്. ക്രോസ് ചെയ്യുന്നത് ഇവിടുന്ന് ഇപ്പുറത്തേക്കുള്ളത്. ഹൈ ടെൻഷൻ ലൈൻ. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നല്ലോ ഓക്കെ ആണേ അല്ലേ? ഹൈ ടെൻഷൻ ലൈൻ പോകുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അത് ഓഫാക്കിട്ട് ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോ അതാണ് നമ്മുടെ വീട്ടിലേക്കെല്ലാം അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ? അതും ഒക്കെയാണ്. അപ്പൊ ഈ ക്രോസ് ചെയ്ത സാധനം പൊട്ടി അടിപൊളിയായി. അപ്പൊ അവര് ഇതെല്ലാം സെറ്റാക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള കറണ്ട് ഉണ്ടാവില്ല അല്ലേ? കണ്ടോ അവര് പോയി. ഇത്ര നേരം അവിടെ നിന്ന് പണിയെടുക്കുക കണ്ടോ. ഏത് മഴയത്ത് നോക്കിയല്ലേ, മഴയാന്ന് നോക്കാണ്ട് വന്നില്ലല്ലേ അവര്. പിന്നെ അവരെ വർക്ക് നമുക്ക് ഒരിക്കലും അതന്നെ. ഇപ്പൊ അവരെല്ലാം സെറ്റാക്കിട്ട് പോയി. കാര്യം ഡേഞ്ചർ സംഭവമാണ്. അവര് അവരെ പണിയെടുത്ത് രാത്രി അല്ലേ ചെയ്തു തരും അല്ലേ? അവരവരെ പണി ഏകദേശം സെറ്റാക്കിട്ട് പോയി. കാരണം ഇപ്പൊ ഇനി ഇത്ര ചെയ്യാൻ കഴിയുമല്ലേ? രാത്രി അവർക്ക് മെയിൻ ലൈന് ഓഫ് ആക്കാണ്ട് ഇവർക്ക് ചെയ്യാൻ കഴിയില്ല. അതന്നെ അതുകൊണ്ട് എന്തെങ്കിലും മഴയും പെയ്ത് അതിനെടുക്ക്. മഴയും പെയ്തു, മോശമില്ലാതെ മഴയും പെയ്തു. പോട്ടാണോ? ഇവിടെ കേട്ടോ. ഓക്കെ കണ്ട കമ്പിയെല്ലാം കണ്ടോ? ഈ കമ്പിയെല്ലാം കണ്ടോ? ഇവിടെ എല്ലാം കണ്ടോ കമ്പി ഇങ്ങനെ വീണിട്ട്. ഇതെല്ലാം ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ടുള്ള സാധനം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരുന്നതാ. അതാണ് ലോറി പോകുമ്പോൾ പൊട്ടിയത്. ക്രോസ് ചെയ്ത
കമ്പി വയറെല്ലാം പൊട്ടി വിൽക്കണ്ടോ പൊട്ടി ഇളകി. അപ്പോൾ അവർ സൈഡിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ വഴിയില്ല, ഈ സമയത്ത് ഇങ്ങനെ ആവൂല അവർക്ക്. അവരെന്നാലും സ്പോട്ടിൽ ചീപ്പെടുത്ത് വന്നില്ലല്ലേ, അവരെ പണിയാന്നിപ്പോ. അത് നല്ല തന്നെ. ഓക്കെ എന്നാ അവരിവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടോ, സൈഡാക്കിയിട്ടുണ്ട്. വീട്ടിലെത്തി എടുത്തോക്കട്ടെ, സെറ്റാക്കട്ടെ.